നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെങ്കടലിലെ ആക്രമണങ്ങൾ നിർത്തിയില്ലെങ്കിൽ അവ്യക്തമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ് വീണ്ടും അവഗണിച്ച് യമനിലെ ഹൂതി വിമതർ. അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കാൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ബോട്ട് ഹൂതി വിമതർ ചെങ്കടലിൽ അയച്ചുവെന്നും എന്നാൽ ഈ ശ്രമം പരാജയപ്പെട്ടതായും US നാവികസേന അറിയിച്ചു. സ്ഫോടക വസ്തുക്കൾ നിറച്ചെത്തിയ ബോട്ട് തങ്ങളുടെ കപ്പലുകളിൽ നിന്ന് അകലെയാണ് പൊട്ടിത്തെറിച്ചതെന്ന് നാവികസേന അറിയിച്ചു. അങ്ങേയറ്റം നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ഹൂതി വിമതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും പ്രദേശത്തുകൂടി കടന്നുപോയ കപ്പലുകൾക്ക് നേരെ 25ഓളം തവണ ഹൂതി വിമതർ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും US നാവികസേന വൈസ് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പറഞ്ഞു. ഹൂതി വിമതർക്കെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ബ്രിട്ടൻ, ജപ്പാൻ തുടങ്ങി 12 രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണ ശ്രമം നടന്നത്. കഴിഞ്ഞ നവംബർ 19 മുതലാണ് ചെങ്കടലിൽ ഹൂതി വിമതർ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ തുടങ്ങിയത്. ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ നീക്കം. ആക്രമണങ്ങൾ രൂക്ഷമായതിനു പിന്നാലെ ചില കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ആഫ്രിക്കയെ ചുറ്റിയുള്ള ദീർഘദൂര പാതയാണ് പല രാജ്യങ്ങളും തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. യുദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന പലസ്തീൻ ഗാസ നിവാസികൾക്ക് ആഹാരവും മരുന്നും എത്തിച്ചില്ലെങ്കിൽ ഇസ്രായേലിലേക്കുള്ളതും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതുമായ എല്ലാ കപ്പലുകൾക്കുമെതിരെയും ആക്രമണമുണ്ടാവുമെന്നാണ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. മാത്രമല്ല, യുദ്ധം തീരുന്നതുവരെ ഇത്തരത്തിലുള്ള ആക്രമണം തുടരുമെന്നും അറിയിച്ചിരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കപ്പൽപാതയായ ചെങ്കടലിൽ ഉണ്ടായിരിക്കുന്ന കപ്പലുകളുടെ വഴിമുടക്കൽ ലോകത്തൊന്നാകെയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ഇറാനാണ് ഹൂതികൾക്ക് പിന്തുണ കൊടുക്കുന്നതെന്നും കപ്പൽ പിടിച്ചടക്കലും ആക്രമണവും ഇറാന്റെ ഭീകരവാദ പ്രവർത്തനത്തിന് ഉദാഹരണമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചുവെങ്കിലും കപ്പലുകൾക്കെതിരെ ഹൂതികളുടെ ആക്രമണം തുടരുകയാണ്. ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര റൂട്ടിനടുത്താണ് യമനും യമന്റെ ഭൂരിഭാഗം പ്രദേശവും നിയന്ത്രണത്തിലായിരിക്കുന്ന ഹൂതികളും ഉള്ളത്. അവരുടെ തന്നെ നിയന്ത്രണത്തിലിരിക്കുന്ന ബാബൽ അൽ മാൻഡബ് ഹൂതികൾ കപ്പൽ ആക്രമണത്തിന് തിരഞ്ഞെടുത്തതോടെയാണ് ഈ വഴി അപകട വഴിയായി മാറിയിരിക്കുന്നത്. ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള എളുപ്പ വഴിയും കൂടിയാണ് സൂയസ് കനാൽ. അതുകൊണ്ട് തന്നെ എണ്ണ, ഗ്യാസ് എന്നിവയുടെ ചരക്കു നീക്കത്തിൽ സൂയസ് കനാലിന് നിർണായക പങ്കുമുണ്ട്. 2023 പകുതി വരെ മാത്രം 9 മില്യൺ എണ്ണ ബാരലുകൾ അടങ്ങിയ കപ്പലുകളാണ് ഇതുവഴി കടന്നുപോയത്. ഓരോ വർഷവും 17,000 കപ്പലുകളെങ്കിലും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഹൂതികളുടെ ആക്രമണം കാരണം കപ്പലുകൾ ചെങ്കടൽ പാത ഉപേക്ഷിച്ചാൽ അത് ലോകത്താകമാനമുള്ള വിതരണ ശൃംഖലയെ തകർക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മാർക്കറ്റുകളിൽ സാധനങ്ങൾ എത്തുന്നത് വൈകുന്നത് വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്കും എത്തിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നത്. ഇന്ധനവില വർദ്ധിച്ചാൽ അത് മൊത്തം സാധനങ്ങളുടെ വില വർധനവിലേക്കും വഴിവെക്കും. അതേസമയം ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ഭീകരാക്രമണങ്ങളെ പിന്തുണച്ചത് തിരിച്ചടിയായെന്ന് മക്ഡൊണാൾഡ് CEO ക്രിസ് കെംപെൻസ്കി പ്രതികരിച്ചു. ഇസ്രായേൽ അനുകൂല നിലപാട് പരസ്യമായി സ്വീകരിച്ചതിന്റെ പേരിലുണ്ടായ ബഹിഷ്കരണം കമ്പനിക്ക് വൻ നഷ്ടമുണ്ടാക്കിയെന്നും ക്രിസ് പറഞ്ഞു. ഇതാദ്യമായാണ് മക്ഡൊണാൾഡ്സ് അധികൃതർ ബഹിഷ്കരണം കമ്പനിയെ ബാധിച്ചുവെന്ന് തുറന്നു പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.